നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ മുഴുവൻ മറ്റുള്ള എല്ലാവരും കാണും, അതുപോലെ തന്നെ ഗൂഗിളും കാണും. നിർബന്ധമായി ഇത് ഓഫ് ചെയ്ത് വെക്കുക. എങ്ങനെയാണ് ഇത് ഓഫ് ചെയ്യാന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഒരു സെറ്റിംഗ്സ് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സെറ്റിംഗ്സിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും, നിങ്ങൾ എന്തെല്ലാം കാണുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഗൂഗിളും അറിയും, അതുപോലെ തന്നെ നാട്ടുകാരെ മൊത്തം അറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിന്റെ, ഇപ്പൊ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ പല കാര്യങ്ങളും കാണുന്നുണ്ട്, രഹസ്യമുള്ളതും അല്ലാത്തൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ മറ്റുള്ളവർ അറിയാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സെറ്റിംഗ്സ് ഉണ്ടല്ലോ, ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില ആളുകൾ ഗൂഗിൾ കണ്ടിട്ടില്ലെങ്കിൽ സെർച്ച് ഓപ്ഷനിൽ ഗൂഗിൾ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഗൂഗിൾ കാണിക്കുന്നുണ്ട്. ഗൂഗിൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ആ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി ഏറ്റവും മുകളിൽ കാണിക്കുന്നുണ്ട്. ആ മെയിൽ ഐ ഡി നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ആണോ നോക്കുക. നിങ്ങൾ 2 or 3 മെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ആ മെയിൽ ഐ ഡിയുടെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ഒരു ഏരോ മാർക്ക് കാണുന്നില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ബാക്കിയുള്ള ഇമെയിൽ ഐ ഡികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ഏതാണോ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും മുകളിലുള്ള ഇമെയിൽ ഐ ഡി ആണ്. ഇപ്പൊ നിങ്ങൾ താഴെയുള്ള ഏതെങ്കിലും ആണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ആ ഇമെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിന് തൊട്ട താഴെ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ, ആ അക്കൗണ്ടിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഓപ്ഷൻ ഏറ്റവും താഴേക്ക് വരുന്നുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ഹിസ്റ്ററി സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ അതിലാണുള്ളത്. ആ ഡാറ്റ ആൻഡ് പ്രൈവസിയിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, എല്ലാവരും ചെയ്തു വെക്കണം ഫോണിൽ. ഡാറ്റ ആൻഡ് പ്രൈവസിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പേഴ്സണലൈസ്ഡ് സെർച്ച്, പേഴ്സണലൈസ്ഡ് ഗൂഗിൾ പേ, ഇങ്ങനെ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്, വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റി കൺട്രോൾസ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ഗൂഗിൾ കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റിയിൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, സി ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവിടെ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിലുള്ള കാര്യങ്ങളെല്ലാം ഗൂഗിൾ കാണുന്നുണ്ട്. ഇത് തേർഡ് പാർട്ടിക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണുന്നുണ്ട് വ്യൂ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലേ. ആ വ്യൂ ഓളിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒന്നുകൂടി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് ഓട്ടോ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ കണ്ടില്ലേ, നമ്മൾ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കണ്ട ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യങ്ങൾ, യൂട്യൂബിൽ സെർച്ച് ചെയ്ത കാര്യങ്ങൾ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നത്. ഇത് നിങ്ങളുടെ ഫോൺ മറ്റാരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗൂഗിൾ ഇത് കാണുന്നുണ്ട്, അവർ തേർഡ് പാർട്ടിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതുവഴി നമുക്ക് ഇഷ്ടമുള്ള അതും ഇഷ്ടമില്ലാത്തതായുള്ള പരസ്യങ്ങൾ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട്, അവർ കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മേലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഡിലീറ്റ് ആപ്പ് ആക്ടിവിറ്റിന്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് സബ് സെറ്റിംഗ്സിൽ നമുക്ക് 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇൻക്ലൂഡ് ക്രോം ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് ആക്ടിവിറ്റി നമുക്ക് അഗൈൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വരാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ടേൺ ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഏത് രീതിയിലാണ് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുള്ള ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയാൽ മറ്റുള്ള ആളുകൾക്കും ഇതൊന്നും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ഓട്ടോ ഡിലീറ്റ്, കാരണം എപ്പോഴും നമുക്കിത് ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഓർത്ത് വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോ ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഓട്ടോ ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ആ മാർക്കിലാണ് ടിക്ക് ചെയ്യേണ്ടത്. അവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. 3 months വരുന്നുണ്ട്, 12 months ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും കുറവ് വരുന്നത് 3 months ആണ്. ആ 3 monthsലേക്ക് നമ്മൾ ആക്കി നോക്കുക. അപ്പൊ നമ്മൾ എന്താണ്, അത്രയും കാലമുള്ള കാര്യങ്ങളൊക്കെ എന്താ ഓട്ടോ ആയിട്ട് ഡിലീറ്റ് ആയിക്കോളും. ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ താഴെ നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം കൊടുക്കണം. ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി 3 മാസത്തേക്കുള്ള നമ്മൾ എന്ത് ചെയ്യാണ്, ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം. അപ്പൊ നമുക്ക് ഇത് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഓട്ടോ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ 3 മാസമുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആവും. ഇവിടെ താഴെ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ മാത്രം പോരാ, അതിനേക്കാളും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് അടുത്ത് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ താഴെ ഗോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഗോട്ടിന് കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയി. അത് കഴിഞ്ഞാൽ ഒന്ന് ബാക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ബാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഗൂഗിൾ പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട താഴെയായിട്ട് നമുക്കിവിടെ യൂട്യൂബ് ഹിസ്റ്ററി നമുക്കിവിടെ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്.
അപ്പൊ യൂട്യൂബ് ഹിസ്റ്ററി ഓൺ ആവുന്നതിനെ കൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബിൽ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, കണ്ട വീഡിയോസ് എന്തൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ യൂട്യൂബ് ഹിസ്റ്ററി എന്ന് കാണിക്കുന്നുണ്ട്. അതിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സബ് സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. താഴേക്ക് സബ് സെറ്റിംഗ്സ്, അതിൽ താഴെയുള്ള ടിക്കും കൂടി നിങ്ങൾ എന്തെങ്കിലും ടിക്ക് മാർക്ക് ചെയ്യണം. ഇൻക്ലൂഡ് യുവർ സെർച്ചസ് ഓൺ യൂട്യൂബ്, നിങ്ങൾ എന്തെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്, വീഡിയോ എന്തെല്ലാം കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഓപ്ഷനാണ് വരുന്നത്. ആ ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ടേൺ ഓഫ് കൊടുക്കണം. കാരണം ഹിസ്റ്ററി എന്ത് ചെയ്യുക, ടേൺ ഓഫ് ചെയ്യുക. അതും ഇതേപോലെ തന്നെ നമുക്ക് മറന്നു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഒരു 3 മാസത്തേക്ക് ഓട്ടോ ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സെറ്റിംഗ് ഓൺ ആയി കിടക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഓട്ടോ ഡിലീറ്റിലേക്ക് ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഓട്ടോ ഡിലീറ്റിലേക്ക് ഇത് കൊടുക്കാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, ഓട്ടോ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂസ് ആൻ ഓട്ടോ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ആ മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക്, ഇപ്പൊ കിടക്കുന്ന താഴെ ഡോണ്ട് ഓട്ടോ ഡിലീറ്റ് ആണ്. നമുക്ക് ഓട്ടോ ഡിലീറ്റിൽ എന്ത് ചെയ്യുക, 3 മാസത്തേക്ക് സെറ്റ് ചെയ്യാം. 3 മാസത്തേക്ക് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന ആ നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് എഗ്രി ചെയ്യാൻ പറ്റും. എഗ്രി ചെയ്തിട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴെ കൺഫേം എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ കൺഫേമിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് കൺഫേം ചെയ്യാം. അങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.